ഹായ്, ഞങ്ങൾക്കിതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പോൾ കുടജാദ്രി വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ ജീപ്പ് എടുത്ത് ഓഫ് റോഡ് ട്രക്കിങ് കൂടി ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. അവിടെ ജീപ്പ് നിർത്തിയതിന് ശേഷം ഒരുപാട് മുകളിലോട്ട് നടന്ന് കയറാനുണ്ടായിരുന്നു സർവജ്ഞപീഠം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുകളിലേക്ക് ഒരുവിധം കയറി സർവജ്ഞപീഠം എത്തി. അവിടെ നല്ല റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ഞങ്ങൾക്കൊരു ഹെവി മഴയും കിട്ടി. ഞങ്ങൾ താഴത്തെത്തിയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങുന്ന ലാസ്റ്റ് ജീപ്പ് ഞങ്ങളുടേതായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി. സോ ഡ്രൈവർക്ക് കുറച്ചും കൂടി ഓടിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരു 3.5 മണിക്കൂറോളം ഞങ്ങൾ മാത്രം ആ കാടിനുള്ളിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുട്ടികളും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റിയത്. അങ്ങനെ ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ആർക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.